അതെ, രണ്ടാളും ഒന്നിങ്ങ് നോക്കിയേ. ക്യാമറാമാൻ വിളിച്ചത് കേട്ട് ശങ്കർ അമ്മാളുവിനെ ഒന്നുകൂടെ നോക്കിയ ശേഷം മുന്നോട്ട് നോക്കിയിരുന്നു. നാണവിവശയായിരുന്നു അവൾ. ശരീരം വല്ലാതെ വിറയ്ക്കുന്ന പോലെ. അഗ്നിയെ വലം വയ്ക്കാൻ രണ്ടുപേരും എഴുന്നേറ്റു. വിറക്കുന്ന അവളുടെ കയ്യിനെ മുറുകെ പിടിച്ചുകൊണ്ട് അവൻ വലം വെച്ചു. ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുമ്പോഴും അവൻ്റെ കൈകൾ അവളെ ചേർത്ത് പിടിച്ചിരുന്നു. കല്യാണച്ചക്കന് കുറച്ച് ചോറെടുക്കട്ടെ? ഭക്ഷണം വിളമ്പാൻ വന്ന ഇച്ചു ചോദിച്ചപ്പോൾ കഴിക്കുന്നതിനിടയിൽ ശങ്കർ മുഖമുയർത്തി നോക്കി. പോടാ, ചുണ്ടനക്കിക്കൊണ്ട് പറഞ്ഞവൻ അടുത്തിരിക്കുന്ന അമ്മാളുവിനെ നോക്കി. അവൾ കഴിക്കുന്നതിൽ ശ്രദ്ധ കൊടുത്തിരിക്കുവാണ്. ചുറ്റുമൊന്ന് നോക്കിയ ശേഷം ശങ്കർ അവളെ തോണ്ടി വിളിച്ചു. ചോറുകൾ വായിലേക്ക് ഇട്ടുകൊണ്ട് അവൾ അവനെ പുരികുയർത്തി കാണിച്ചു. അവനൊരു കള്ളച്ചിരിയോടെ വാ തുറന്നു കാട്ടി. ചുറ്റും ഒന്ന് നോക്കിയ ശേഷം അവൾ ഇല്ലെന്ന് തലയാട്ടി. പ്ലീസ്, അവൻ ചുണ്ടു വിളർത്തി കാട്ടി. അവൾ ചിരിച്ചുകൊണ്ട് ചോറെടുത്ത് അവൻ്റെ വായിൽ വെച്ചു കൊടുത്തു. ആഹാ, കണ്ണ ഒന്നിങ്ങ് വന്നേ. ഇച്ചുവിൻ്റെ ശബ്ദം കേട്ടതും രണ്ടുപേരും ഞെട്ടി. ഭക്ഷണം ശങ്കറിൻ്റെ തൊണ്ടയിൽ കുരുങ്ങി. അമ്പട, ക്യാമറാമാൻ ഒന്ന് സൈഡായപ്പോൾ പുള്ളിയുടെ കണ്ണ് വെട്ടിച്ച് ഫുഡിലൂടെ റൊമാൻസ്. ബദ്രി അവർക്കടുത്തേക്ക് വന്നു. എന്താടാ ഇവിടെ? ബദ്രി ചമ്മി മുഖം താഴ്ത്തി നിൽക്കുന്ന അമ്മാളുവിനെയും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന ശങ്കറിനെയും മാറി മാറി നോക്കി. വിളറ് വെളുത്തു നിൽക്കുന്ന രണ്ടിനെയും കണ്ടിട്ട് അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. വേഗം കഴിച്ചിട്ട് അങ്ങോട്ട് ചെല്ല്, ഫോട്ടോ എടുക്കാൻ വിളിക്കുന്നുണ്ട്, ബദ്രി അവരോട് പറഞ്ഞു. കറിപ്പാത്രവും പിടിച്ച് നടന്നകന്ന ബദ്രിയെ അമ്മാള് മുഖം ചരിച്ചു നോക്കി. പായസം കുടിച്ചുകൊണ്ട് അവൾക്ക് നേരെ തിരിഞ്ഞ ശങ്കർ അത് കണ്ടു. തോളുകൊണ്ട് അവൻ അവളെ തട്ടി വിളിച്ചു. ഈ ആദ്യ പ്രണയം മറക്കാൻ ഇച്ചിരി പാടാലേ? കാതിൽ അവൻ മെല്ലെ ചോദിച്ചതും അമ്മാളും അവനെ നോക്കി വിളറിയ ചിരി ചിരിച്ചു. ശങ്കർ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. ചുമ്മാ നോക്കിയതാ. അവൾ വാടിയ മുഖത്തോടെ തല താഴ്ത്തി. എനിക്ക് മനസ്സിലാവുന്നുണ്ടടി. അവനൊരു അർത്ഥം വെച്ച് പറഞ്ഞതും അമ്മാളിന് വല്ലാത്ത സങ്കടം തോന്നി. ഉണ്ണിയേട്ടാ, ഞാൻ ചുമ്മാ നോക്കിയതാ, അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. ശങ്കർ അത് കേൾക്കാത്ത ഭാവത്തിൽ പായസം കുടിക്കാൻ തുടങ്ങി. അത് കണ്ടതും അമ്മാള് മുഖം കൂർപ്പിച്ചവനെ നോക്കി. അതെ, ഞാൻ അങ്ങേരെ നോക്കിയിരുന്നതാ. എന്നാ ഗ്ലാമറാ കണ്ണേട്ടിന്, അതുകൊണ്ട് നോക്കിയിരുന്നതാ. നിങ്ങളെ കണ്ടാലും മതി, മാങ്ങാത്തലയൻ. ദേഷ്യത്തോടെ അവനെ നോക്കി പറഞ്ഞതും ശങ്കർ അവളെ തുറച്ചു നോക്കി. അല്ലേലും നമ്മളൊക്കെ പിന്നാലെ നടന്നതല്ലേ, ഇത്രയൊക്കെ വില കാണൂ. അവളുടെ മുഖത്ത് നോക്കാതെ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോയി. ചൂടാക്കാൻ പറഞ്ഞത് അബദ്ധമായോ? അവൾ ഒരു നിമിഷം ചിന്തിച്ചു. പിന്നെ വേഗം എഴുന്നേറ്റ് കൈ കഴുകാൻ പോയി. ശങ്കർ കൈ തുടച്ചുകൊണ്ട് മറ്റെങ്ങോ നോക്കി നിൽപ്പുണ്ട്. അമ്മാള് കൈ കഴുകി വന്ന് അവനോട് ചേർന്ന് നിന്നു. ഉണ്ണിയേട്ടാ, പിണക്കാണോ? അവൻ്റെ തോളിൽ വിരൽ കൊണ്ട് തോണ്ടിക്കൊണ്ട് ചോദിച്ചു. ശങ്കർ മുഖം വീർപ്പിച്ച് നിന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല. ഉണ്ണിയേട്ടാ, ഇങ്ങോട്ട് നോക്ക്. ശങ്കർ അവളുടെ കൈ തട്ടി മാറ്റി. വേണ്ട, അവൻ മുഖം തിരിച്ചു. ഉണ്ണിയേട്ടാ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. നിങ്ങൾ ഒടുക്കത്തെ ഗ്ലാമറാണ് മനുഷ്യ. മീശ വിരിച്ചാൽ പിന്നെ പറയണ്ട. അവൻ്റെ കയ്യിൽ ചുറ്റി പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞതും ശങ്കർ മുഖം ചിരിച്ചവളെ നോക്കി. പോടി, ഉള്ളതാണോ? ആണെന്നേ. കണ്ണിറക്കിക്കൊണ്ട് മീശ വിരിക്കുന്നത് കണ്ടിട്ടല്ലേ ഞാൻ വീടത്. അവൾ അവൻ്റെ കവിളിൽ ഒരു ഉമ്മ വെച്ചു. ശങ്കർ അവളെ ചുറ്റിപ്പിടിച്ചു. ആണോ? അവളെ നോക്കി മീശ വിരിച്ചു. അവൾ നാണത്തോടെ മൂളി. എന്നാ ഇവിടെ ഒരു ഉമ്മ തന്നെ. അവൻ കവിൾ കാണിച്ചു കൊടുത്തു. പോടുന്ന് പ്ലീസ് മാളൂട്ടി. അവളൊന്ന് ചുറ്റും നോക്കി. പിന്നെ അവനിലേക്ക് മുഖം അടുപ്പിച്ചു. രണ്ടും കൂടെ ഇവിടെ റൊമാൻസിക്കാതെ അങ്ങോട്ട് ചെല്ലാൻ നോക്ക്. ഇത്തിരി നേരം കൂടെ കൺട്രോൾ ചെയ്യടേ. ഇച്ചുവിൻ്റെ ശബ്ദം കേട്ടതും രണ്ടുപേരും പിടഞ്ഞു മാറി. അച്ചു, ഇനി എന്നാ കളിക്കാൻ വരിക? ആ ചോദ്യം കേട്ട് അച്ചു ബേബി ബെഡിൽ കിടത്തിയിരിക്കുന്ന പാറുക്കുട്ടിയെ നോക്കി ചുണ്ടു പിളർത്തി. ഞാൻ 2 ദിവസം കഴിഞ്ഞ് കളിക്കാൻ വരാം മിച്ചു. പാറുക്കുട്ടിയുടെ അടുത്ത് വേണമെന്ന് കിണ്ണം പറഞ്ഞേക്കണേ, അവൾ സങ്കടത്തോടെ പറഞ്ഞു. തൊട്ടടുത്ത വീട്ടിലുള്ള പിള്ളേരെല്ലാം പാറുക്കുട്ടിയെ കാണാൻ വേണ്ടി വന്നതാണ്. എല്ലാവരും പാറുവിൻ്റെ ചുറ്റും ഇരിപ്പുണ്ട്. ഞാൻ പാറുട്ടിയെ എടുത്തോട്ടെ അച്ചു? കൂട്ടത്തിലെ ഒരു കുറുമ്പിപ്പെണ്ണ് ചോദിച്ചു. അത് വേണ്ട, പാറുക്കുട്ടി എൻ്റെ അല്ലേ. അച്ചു ചുണ്ടു കൂർപ്പിച്ചു. ഇന്ന് ഉണ്ണിയേട്ടൻ്റെ കല്യാണമല്ലേ? അപ്പുവേട്ടനും കണ്ണേട്ടനും പോയല്ലോ. അച്ചു എന്താ പോകാഞ്ഞേ? പാറുക്കുട്ടിയുടെ കരിവളയിട്ട കുഞ്ഞിക്കൈകളിൽ പിടിച്ച് കളിച്ചുകൊണ്ട് കുട്ടിപ്പട്ടാളത്തിലെ ഒരുത്തൻ ചോദിച്ചു. അച്ചുവിൻ്റെ മുഖം വാടി. അവിടെ പോയ എന്നെയും പാറുക്കുട്ടിയും ആരാ നോക്കുക? അതുകൊണ്ടാ ഞാൻ പോവാഞ്ഞേ. അതെന്താ, അവിടെ കുറേ ആളുകളുണ്ടാവുമല്ലോ, മിച്ചു ചോദിച്ചു. കിണ്ണൻ ചോറ് വിളമ്പാൻ പോകൂലേ, അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാവൂലേ? അതാ കിണ്ണൻ കൊണ്ടുപോവാഞ്ഞേ. മുന്നിലേക്ക് പിന്നിയിട്ട മുടിയിൽ പിടിച്ച് അതിലേക്ക് നോക്കി അവൾ പറഞ്ഞു. അച്ചുവിന് ഭ്രാന്തായോണ്ടാ കണ്ണേട്ടൻ കൊണ്ടുപോവാഞ്ഞേ. അച്ചു നുണച്ചിയാ. അത് കേട്ടതും അച്ചു വിതുമ്പി. അല്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അതെ, അച്ചു പൊട്ടിയാണെന്ന് എൻ്റെ അമ്മ പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെയാ കണ്ണേട്ടൻ അച്ചുവിനെ കൂട്ടാഞ്ഞേ. അല്ല, ഞാൻ പൊട്ടിയൊന്നുമല്ല.
നീ ചീത്തയാ. എൻ്റെ കിണ്ണൻ്റെ വീട്ടിൽ നിന്ന് പൊക്കോ, കൂട്ടില്ല ഞാൻ. അവൾ സങ്കടം കൊണ്ട് ഉറക്കി കരഞ്ഞു. പാറൂട്ടിയും കരയാൻ തുടങ്ങി. ശബ്ദം കേട്ട് ദേവകിയമ്മ ഓടി വന്നു. അത് കണ്ടതും പിള്ളേരൊക്കെ ഒരു ഓട്ടായിരുന്നു. എന്താ മോളെ? ദേവകിയമ്മ ആവലാതിയോടെ ചോദിച്ചു. അച്ചു കരഞ്ഞുകൊണ്ട് ഒന്നും പറയാതെ എണീറ്റ് പോയി. എന്ത് പറ്റി ഈ കുട്ടിക്ക്? ദേവകിയമ്മ ഒന്ന് ചിന്തിച്ചു. പിന്നെ കരയുന്ന പാറുകുട്ടിയെ വാരിയെടുത്തു. അച്ചു എവിടെടാ? ശങ്കർ ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു. കണ്ണേട്ടൻ അച്ചുമ്മയെ കൊണ്ടുവന്നില്ല. അപ്പുവാണ് മറുപടി കൊടുത്തത്. ശങ്കർ ബദ്രിയെ കൂർപ്പിച്ചു നോക്കി. പാറുമോൾ ഉള്ളതല്ലേടാ, അവൾക്ക് ഒറ്റക്ക് കുഞ്ഞിനെ മാനേജ് ചെയ്യാൻ പറ്റില്ല. ബദ്രി ശബ്ദം താഴ്ത്തി പറഞ്ഞു. അല്ലാതെ എൻ്റെ അമ്മ പറഞ്ഞുകൊണ്ടല്ല. ബദ്രി ഒന്നും മുണ്ടിയില്ല. കയ്യിലുള്ള കുൽസുപ്പെണ്ണിനെ കൊഞ്ചിച്ചുകൊണ്ട് ഓഡിറ്റോറിയത്തിൻ്റെ സൈഡിലിട്ടിരുന്ന ചെയറിൽ പോയിരുന്നു. കല്യാണപ്പെണ്ണിനെ യാത്രയാക്കാൻ സമയമായി. അമ്മാളു അച്ഛനെയും അമ്മയെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞു. 1 കിലോമീറ്റർ പോലും തികച്ചില്ല ഉണ്ണിയുടെ വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക്. എന്നിട്ട് അവളുടെ ഒരു പ്രഹസനം. എൻ്റെ ഉണ്ണി, ഇതിനെയൊക്കെ ഒന്ന് വിളിച്ചോണ്ട് പോ. ഋതു ഇടക്ക് കയറി പറഞ്ഞതും എല്ലാവരും ചിരിച്ചു. അമ്മാളും അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. പിന്നെ ശങ്കറിൻ്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ചു. ആരെയും കാണുന്നില്ലല്ലോ കണ്ണേട്ടാ. ബുള്ളറ്റിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് അപ്പു വീടിൻ്റെ ഉമ്മറത്തേക്ക് നോക്കി. ബദ്രി ബുള്ളറ്റ് സൈഡാക്കി ഇറങ്ങി. അച്ചുമ്മ! അപ്പു അകത്തേക്ക് കയറിക്കൊണ്ട് വിളിച്ചു. ആഹാ, നിങ്ങൾ വന്നോ? കുഞ്ഞിനെയും തോളിലിട്ടുകൊണ്ട് ദേവകിയമ്മ വന്നു. അച്ചു എവിടെ? ബദ്രി അകത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. കുറേ നേരമായി റൂമിൽ കയറി കിടപ്പ, കരച്ചിലാണ്, ദേവകിയമ്മ ശബ്ദം താഴ്ത്തി പറഞ്ഞു. ബദ്രി വേഗം അകത്തേക്ക് ചെന്ന് നോക്കി. ബെഡിൽ കിടക്കുന്നുണ്ട് അച്ചു. എന്തു പറ്റിയാവോ? മനസ്സിൽ ഓർത്തുകൊണ്ട് അവൻ അവളുടെ അടുത്ത് ചെന്നിരുന്നു. അച്ചുട്ടാ! അവളുടെ മുടിയിഴകളിൽ തലോടിക്കൊണ്ട് അവൻ വിളിച്ചു. അവളിൽ നിന്നൊരു തേങ്ങൽ ഉയർന്നു. എന്താ മോളെ, എന്തിനാ കരയുന്നേ? വേണ്ട, എന്നെ തൊടണ്ട, പൊക്കോ. തേങ്ങിക്കൊണ്ട് അവൻ അവൻ്റെ കൈ തട്ടി മാറ്റി. കരഞ്ഞു കരഞ്ഞ് 2 കണ്ണും മുഖവും എല്ലാം ചുവന്നിരിക്കുന്നു. എന്താടാ? ബദ്രി അവളോട് ചേർന്നിരുന്ന് ആ മുഖം കയ്യിലെടുത്തു. നിക്ക് ഭ്രാന്തായോണ്ടല്ലേ എന്നെ കൊണ്ടുപോവാഞ്ഞ്? പറയുമ്പോഴും അവളുടെ കണ്ണുകളിൽ ഒരു സമുദ്രം അലയടിച്ചിരുന്നു. ബദ്രി പകപ്പോടെ അവളെ നോക്കി. ആരു പറഞ്ഞു അങ്ങനെ? ആരാ രാച്ചുട്ടിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ്? അവൻ അവളെ നെഞ്ചോടെ അടക്കി പിടിച്ചു. നിക്കറിയാം, അതുകൊണ്ട് തന്നെയാ. അവൻ്റെ നെഞ്ചിലിടിച്ചുകൊണ്ട് കരഞ്ഞു. അങ്ങനെയല്ല അച്ചുട്ടാ, പാറുക്കുട്ടി ഉള്ളോണ്ടല്ലേ എൻ്റെ അച്ചുവിന് ഭ്രാന്തൊന്നുമില്ല. പ്ലീസ് കരയില്ലേ? അവളെ അലിവോട് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു. എന്നെ കൊണ്ടുപോയില്ലല്ലോ. വീണ്ടും അവൾ വിതുമ്പി. അവൻ അവളുടെ നിറഞ്ഞ മിഴികളിൽ അമർത്തി ചുംബിച്ചു. ആരാ അച്ചൂട്ടനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞേ? അവൻ സൗമ്യമായി ചോദിച്ചു. മിച്ചുവും അമ്പിളിയും ഒക്കെ പറഞ്ഞല്ലോ അച്ചുവിന് ഭ്രാന്തായോണ്ടാണ് കിണ്ണൻ കല്യാണത്തിന് കൊണ്ടുപോവാഞ്ഞെന്ന്. പുറം കൈകൊണ്ട് മൂക്ക് തുടച്ചുകൊണ്ട് അവൾ നിഷ്കളങ്കമായി അവരെ നോക്കി. ബദ്രി അവളെ ചേർത്തണച്ചുകൊണ്ട് നെറുകയിൽ ചുണ്ടമർത്തി. അവർക്കൊക്കെ അസൂയയാണ്. നമ്മളെല്ലാവരും കൂടെ ഇവിടുന്ന് പോയാൽ അച്ചുവിൻ്റെ ഊഞ്ഞാലിലിരുന്ന് ആടാലോ. പിന്നെ പൂവൊക്കെ പൊട്ടിച്ചോണ്ട് പോകാൻ അതിനാണ്. അത് കേട്ടവൾ മുഖമുയർത്തി കണ്ണുകൾ അമർത്തി തുടച്ചു. ആണോ? അവളുടെ കവിളിലെ നനവ് കൈകൊണ്ട് തുടച്ചവൻ മൂളി. വിങ്ങി പൊട്ടിക്കൊണ്ട് അവൾ അവനോട് ചേർന്നു. ഇനി കല്യാണം ഉണ്ടായ അച്ചുവിനെ കൊണ്ടുപോവോ കിണ്ണ? സങ്കടത്തോടെ ചോദിച്ചു. കൊണ്ടുപോവാം. കിണ്ണന് ചോറുണ്ടോ? പായസം ഉണ്ടായിരുന്നോ കിണ്ണ? കണ്ണുകൾ വിടർത്തി അവൾ ചോദിച്ചു. അവളുടെ മുഖം കാണുകെ ഉള്ളിൽ വല്ലാതെ സങ്കടം തോന്നി അവന്. അറിയാതെ കണ്ണു നിറഞ്ഞു. സത്യം പറഞ്ഞ അവളെ കൂട്ടാതെ പോയതുകൊണ്ട് ഒരു വറ്റ് തൊണ്ടയിൽ നിന്ന് ഇറങ്ങില്ലായിരുന്നു. ഉണ്ടായിരുന്നു. അച്ചു വരാഞ്ഞത് നന്നായി. അതെന്തേ കിണ്ണ? അയ്യേ, എന്ത് ചീത്ത പായസമായിരുന്നെന്നോ? ബ്ലേ, എനിക്ക് തീരെ ഇഷ്ടമായില്ല. അത് കഴിച്ചാൽ അച്ചുവിന് അസുഖം വരില്ലേ? പിന്നെ പാറുക്കുട്ടിക്കും വരും. ഓ ഭാഗ്യം. അതെയോ കിണ്ണ? അവൾ വിശ്വാസം വരാതെ പോലെ ചോദിച്ചു. അതെ. കിണ്ണം പറഞ്ഞല്ലോ അച്ചുവിന് പായസം ഉണ്ടാക്കി തരാന്ന്. ഇപ്പോൾ ഉണ്ടാക്കിത്താ, അച്ചുവിന് കഴിക്കാൻ കൊതിയാകുന്നു. അവൾ അവനെ ചുറ്റിപ്പിടിച്ചു. അവൻ ചിരിച്ചു. എന്നാവാ. അതും പറഞ്ഞ് എഴുന്നേറ്റതും അച്ചു അവൻ്റെ തോളിൽ പിടിച്ചു കയറി. അച്ചുട്ടിയേ, അവൻ ശാസനയോടെ വിളിച്ചതും അച്ചു ചീണുങ്ങി. എടുത്തോണ്ട് പോകിണ്ണ, അവൻ്റെ പിൻകഴുത്തിൽ മുഖം ഒളിപ്പിച്ച് അവൾ പറഞ്ഞു. ബദ്രി അവളെയും കൂട്ടി അടുക്കളയിലേക്ക് നടന്നു. പാല് തിളച്ചു. ആ അട ഇട്ട് കൊടുക്ക് മനുഷ്യ. സ്ലാബിൽ പാറൂട്ടയും തോളിലിട്ട് ഇരുന്നു കൊണ്ട് അപ്പു ബദ്രിയെ ഗൈഡ് ചെയ്യുകയാണ്. അച്ചു തിളയ്ക്കുന്ന പാലിലേക്ക് കാലെത്തിക്കൊണ്ട് നോക്കുന്നുണ്ട്. ആവശ്യത്തിന് പഞ്ചസാര. ഉള്ളത് മുഴുവൻ വാരിയിടല്ലേ. ശോ, ആ ദേവുമ്മയെ പറഞ്ഞു വിടണ്ടായിരുന്നു. ഇത് ഉണ്ടാക്കിത്തരാൻ പറയായിരുന്നു. അപ്പുവിൻ്റെ ഡയലോഗ് കേട്ടപ്പോൾ ബദ്രി കയ്യിലുള്ള ചട്ടകത്തിൽ പിടിമുറുക്കി. ഇനി ഒരക്ഷരം നീ മിണ്ടിയ തിളച്ച പാലെടുത്ത് തലവടി ഒഴിച്ചു തരും ഞാൻ. അതോടെ അപ്പു സൈലന്റ്. അട നന്നായി കുറുകി വന്നു. ഏലക്കായുടെ മണം അച്ചു നാസികയിലേക്ക് ആവാഹിച്ചു. നെയ് ചൂടാവട്ടെ മനുഷ്യ, എന്നിട്ടാണ് മുന്തിരിയും കശുവണ്ടിയൊക്കെ ഇടാറ്.
എൻ്റെ കൊച്ച് നിന്റെ കയ്യിലായിപ്പോയി, ഇല്ലേൽ മൂന്തക്കൊന്ന് തന്നേനെ ഞാൻ. ബദ്രി അവനെ നോക്കി പല്ലിറുമ്മി. അച്ചു വാപ്പൊത്തി ചിരിക്കുന്നുണ്ട്. അവളെ നോക്കി കണ്ണിറുക്കി കണ്ട് ബദ്രി ജോലിയിലേക്ക് തിരിഞ്ഞു. അപ്പോഴാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്തത്. ആരാ നോക്കിടാ, അപ്പൂനോടായി പറഞ്ഞു. അൺനോൺ നമ്പറാണ്. അത് കേട്ടതു ബദ്രി സംശയത്തോടെ ഫോണിലേക്ക് നോക്കി. ഹരിയുടെ അച്ഛനാണല്ലോ. ആ വെളിയിൽ അവനൊരു ചതി പ്രതീക്ഷിച്ചിരുന്നു.